സ്കൂൾ പഠനകാലത്ത് തന്നെ ജോലി, 1,00,000 രൂപ വരുമാനവും. തിരുവനന്തപുരം എടവ ലിറ്റിൽ ഫ്ലവർ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെ +1 വിദ്യാർത്ഥിയായ ആരോമലാണ് ഈ മിടുക്കൻ. IT മേഖലയിലുള്ള അഭിരുചി സ്കൂൾ പഠനകാലത്ത് തന്നെ വളർത്തിയെടുക്കാൻ അവസരം ലഭിച്ചതിലൂടെ വെബ്സൈറ്റുകളും ആപ്ലിക്കേഷനുമെല്ലാം നിർമ്മിച്ച് വരുമാനമുണ്ടാക്കി തുടങ്ങിയ ആരോമൽ സ്കൂളിലും കൂട്ടുകാർക്കുമിടയിലും ഗ്ലാമർ താരമാണ്. തന്റെ സ്കൂളിലെ പലവിധ പ്രശ്നങ്ങൾക്കും ടെക്നോളജി സൊല്യൂഷൻ ഒരുക്കുന്നതിനും ആരോമൽ മുന്നിലുണ്ട്. ഹൈസ്കൂൾ പഠനകാലത്താണ് ആരോമലിന് സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റിന്റെ ആദ്യ പാഠങ്ങൾ സ്വായത്തമാക്കുന്നതിനുള്ള അവസരം ലഭിച്ചത്. ഇന്ന് 16-ാം വയസ്സിൽ +1 പഠനത്തിന്റെ ഇടവേളകളിൽ മാസം 1,00,000 രൂപ വെബ്സൈറ്റും വെബ് ആപ്ലിക്കേഷനുകളും സോഫ്റ്റ്വെയറുകളും എല്ലാം ഡെവലപ്പ് ചെയ്തു നൽകി ആരോമൽ സമ്പാദിക്കുന്നു. IT മേഖലയോടുള്ള അഭിരുചി കണ്ടെത്താനായതോടെ കൂടുതൽ പഠിക്കണമെന്നായി. 10ാം ക്ലാസ്സിലെ സമ്മർ വെക്കേഷൻ ഇതിനായി ഉപയോഗിക്കാൻ തീരുമാനിച്ചു. ടാൽട്രോപ്പിന്റെ സ്റ്റേപ്പ് എന്ന ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി പ്ലാറ്റ്ഫോമിൽ IT പഠനത്തിനായി ജോയിൻ ചെയ്തു. റിയൽ പ്രൊജക്റ്റുകളിൽ ഉൾപ്പെടെ ചെറുപ്രായത്തിൽ തന്നെ എക്സ്പീരിയൻസ് നേടാൻ അവസരം ലഭിച്ചതിലൂടെ സ്വന്തമായി പ്രൊജക്റ്റുകൾ ഏറ്റെടുക്കുന്നതിനുള്ള ധൈര്യം ലഭിച്ചുവെന്ന് ആരോമൽ. ആദ്യമൊക്കെ സോഫ്റ്റ്വെയറും വെബ്സൈറ്റും എനിക്ക് ഹോബിയായിരുന്നു. പിന്നെ ക്ലയൻസിൽ നിന്ന് കിട്ടിയ പോസിറ്റീവായിട്ടുള്ള റിപ്ലൈസ് ആണ് എന്നെ ഇതിൽ ഇൻട്രസ്റ്റഡ് ആക്കിയത്. അതിനുശേഷമാണ് ഞാൻ പഠനത്തോടൊപ്പം തന്നെ ഇത് സീരിയസ് ആയിട്ട് എടുത്ത് നമ്മുടെ സോഫ്റ്റ്വെയറും മൊബൈൽ ആപ്പും ഒക്കെ ബിൽഡ് ചെയ്യാൻ തുടങ്ങിയത്. ഇപ്പം ഞാൻ എൻ്റെ കരിയറിലെ അടുത്ത സ്റ്റെപ്പിലേക്കുള്ള തയ്യാറെടുപ്പിലാണ്. അധ്യാപകർക്കും രക്ഷിതാക്കൾക്കും ഒരുപോലെ ആക്സസ് ഉള്ള ആരോമൽ ഡെവലപ്പ് ചെയ്ത സ്കൂൾ അറ്റൻഡൻസ് ട്രാക്കിംഗ് ആപ്പ് ഏറെ പ്രശംസ പിടിച്ചുപറ്റിയിരുന്നു. കുട്ടികളിലെ അറ്റൻഡൻസ് കൂടുതൽ സുതാര്യമായി അധ്യാപകരിലേക്കും രക്ഷിതാക്കളിലേക്കും എത്തിയതോടെ സ്കൂൾ നേരിടുന്ന പല പ്രശ്നങ്ങൾക്കുള്ള സാങ്കേതിക പരിഹാരമായി ഈ വെബ് ആപ്ലിക്കേഷൻ മാറി. ഈ ഒരു ആപ്ലിക്കേഷൻ മറ്റു സ്കൂളുകളിലും ലഭ്യമാക്കുന്നതിനുള്ള പണിപ്പുരയിലാണ് ആരോമൽ. കൊറോണ ടൈമിലാണ് അവൻ സോഫ്റ്റ്വെയറിനെ കുറിച്ച് കൂടുതൽ അറിയാനും അതിനെക്കുറിച്ച് അതിലോട്ട് താല്പര്യപ്പെട്ട് അതിനെക്കുറിച്ച് പഠിച്ച് കൂടുതലായിട്ട് അറിവുകൾ തരി നമുക്ക് ഫ്രണ്ട്സിൻ്റെ ഇടയിലും അവൻ ഇതിനെ പറ്റിയൊക്കെ പറഞ്ഞു തരുമായിരുന്നു. സ്റ്റേറ്റിന്റെ ഒരു സ്കോളർഷിപ്പ് ഇവിടെ വെച്ച് നടത്തിയിരുന്നു. അതിനുശേഷം അവന് ടെക്നോളജിക്കലി ഉള്ള കാര്യങ്ങൾ ചെയ്യുന്നതിൽ വളരെ ഇൻട്രസ്റ്റ് ആയിരുന്നു. ആരോമലിന് സ്കോളർഷിപ്പ് കിട്ടി. ഇപ്പോൾ പഠനത്തിൽ ആശങ്ക ഉണ്ടായിരുന്നു. ഇപ്പോൾ അത് മാറി, രണ്ടും ഒരേപോലെ കവർ ചെയ്ത് പോകുന്നുണ്ട്. പഠനത്തോടൊപ്പം തന്നെ ജോലി, പഠനം കഴിയുമ്പോൾ തന്നെ സുരക്ഷിതമായ കരിയർ, ഇതൊക്കെയാണ് ഇപ്പോൾ വിദ്യാർത്ഥികൾക്കിടയിൽ ട്രെൻഡായിരിക്കുന്നത്. ടെക്നോളജി നിയന്ത്രിത ലോകത്തെ വെല്ലുവിളികൾ ഏറ്റെടുക്കാൻ പാകത്തിൽ വിദ്യാർത്ഥി തലമുറയെ പ്രാപ്തമാക്കുന്ന കേരളത്തിൽ രൂപപ്പെട്ടുകൊണ്ടിരിക്കുന്ന എഡ്യൂക്കേഷണൽ ഇക്കോസിസ്റ്റവും വിദ്യാർത്ഥികൾക്ക് സഹായകരമായി മാറുന്നു. റിപ്പോർട്ടർ, തിരുവനന്തപുരം.